J7 ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കാൻ പോകാം കേട്ടോ. നമ്മളൊരു ചെറിയൊരു ചർച്ചയുടെ പ്ലേലിസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഞാൻ ചെറിയ കാര്യങ്ങൾ നിങ്ങളോട് പറയാം. നമ്മളെല്ലാവരും ഫുട്ബോൾ കളി കാണാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ കാണാൻ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നത് പല ലീഗുകൾ കണ്ടിട്ടാണ്. പ്രീമിയർ ലീഗ്, ലാ ലീഗ, സീരിയ, ബുണ്ടസ് ലീഗ, അങ്ങനെ പല ലീഗുകൾ കാണുന്നവരാണ് നമ്മളിൽ പലരും. ഞാൻ പേഴ്സണലി എനിക്കിഷ്ടം പ്രീമിയർ ലീഗ് കാണാനാണ് ഇഷ്ടം. ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് പ്രീമിയർ ലീഗാണ്. പ്രീമിയർ ലീഗിൻ്റെ ഒരു പ്ലേയിങ് സ്റ്റൈലൊക്കെയാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. 2004 തൊട്ട് ഞാൻ പ്രീമിയർ ലീഗ് കാണുന്നുണ്ട്. ഇപ്പോഴും ഞാൻ പ്രീമിയർ ലീഗാണ് കാണുന്നത്. ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ വലിയൊരു ഫാനാണ്. അതിൻ്റെ കാരണം അലക്സ് ഫെർഗ്യൂസൺ, ക്രിസ്ത്യാനോ റൊണാൾഡോ. അപ്പോൾ ഇന്ന് പ്ലേലിസ്റ്റിൻ്റെ കണ്ടൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്ന് പ്രീമിയർ ലീഗ് കണ്ടിരുന്ന പല പ്ലെയേഴ്സിനെയും ഇപ്പോഴും നമ്മൾ മിസ് ചെയ്യാറില്ല. അവരെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്യാൻ ഞാൻ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അവരെക്കുറിച്ച് പഴയ കളികളൊക്കെ ഞാൻ ഇപ്പോഴും എടുത്തിരുന്ന് കാണും. എനിക്കിഷ്ടപ്പെട്ടിരുന്ന കുറേ വ്യക്തികളുണ്ട്. സിറ്റിയിലും ആർസണലും ചെൽസിയിലും ഒക്കെ കളിച്ചിരുന്ന കുറേ വ്യക്തികളുണ്ട്. അപ്പോൾ അവരെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ലെഫ്റ്റ് ബാക്ക് അല്ലെങ്കിൽ ഫുൾ ബാക്ക് ആയിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരിക്കൽ ക്രിസ്ത്യാനോ റൊണാൾഡോയോട് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും ടഫസ്റ്റ് ഡിഫൻഡറായിട്ട് അല്ലെങ്കിൽ ഫുൾ ബാക്കായിട്ട് തോന്നിയ ഒരു വ്യക്തി ആരാന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ആഷ്ലി കോൾ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ആഷ്ലി കോൾ. പുള്ളിയുടെ പ്ലേയിങ് സ്റ്റൈലൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഒരു ഭയങ്കര അക്രമ ഫുട്ബോളിൻ്റെ ഒരു വ്യക്തിയാണ് ആഷ്ലി കോൾ. ഇംഗ്ലണ്ട് താരമാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുൾ ബാക്ക് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും ആഷ്ലി കോൾ എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. അദ്ദേഹത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആഷ്ലി കോൾ അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിക്കുന്നത് ആർസണലിൽ നിന്നാണ്. 1999 അദ്ദേഹത്തിൻ്റെ സീനിയർ കരിയർ ആരംഭിക്കുന്നത്. നീണ്ടൊരു 14 വർഷത്തെ ഒരു കരിയറാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആർസണലിന് വേണ്ടി 2 പ്രീമിയർ ലീഗ്, 3 FA കപ്പ്, അങ്ങനെ ആർസണൽ ആദ്യമായിട്ട് ചാമ്പ്യൻസ് ലീഗിലെത്തിയപ്പോൾ 2006 ചാമ്പ്യൻസ് ലീഗിലെത്തിയപ്പോൾ അതിൻ്റെ ഭാഗമായിരുന്നു. അന്ന് ബാഴ്സയോട് 2 ഗോളിനൊക്കെ തോറ്റുപോയി. പിന്നീട് അദ്ദേഹം ചെൽസിയിലേക്ക് വരുന്നു. ചെൽസിയിൽ അദ്ദേഹം ഒരു പ്രീമിയർ ലീഗ്, 4 FA കപ്പ്, അങ്ങനെ 4 FA കപ്പ് നേടുന്ന ഒരു ബഹുമതിയൊക്കെ അദ്ദേഹത്തിന് ലഭിക്കുകയും അതിനുശേഷം അദ്ദേഹം ചെൽസി ചാമ്പ്യൻസ് ലീഗ് നേടിയ സമയത്തെ ടീമിലെ ഭാഗമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർനാഷണൽ കരിയർ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ 2001 അൽബേനിയക്കെതിരാണ് അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിക്കുന്നത്. നീണ്ട ഒരു 12-13 വർഷത്തെ കരിയറായിരുന്നു. 2014 ലോകകപ്പ് ടീമിൽ അദ്ദേഹത്തിന് ഇടം ലഭിച്ചില്ല. അതിനുശേഷം അദ്ദേഹം ടീം വിട്ടു പോവുകയാണ്, അല്ലെങ്കിൽ വിരമിക്കൽ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മളെ ഒരുപാട് സന്തോഷിപ്പിച്ച അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെട്ട കുറേ പ്ലെയേഴ്സിനെക്കുറിച്ച്, ഇതുപോലുള്ള പ്ലെയേഴ്സിനെക്കുറിച്ച് സെർച്ച് ചെയ്യാനാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ ഞാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതുപോലൊരു വേറൊരു വ്യക്തിയായിട്ട് ഞാൻ ഇനി അടുത്ത് കാണുന്നത് വരേക്കും ബൈ.